ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഹസ്ബൻഡിൻ്റെ പെരയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ അടിക്കാനും വേണ്ടിയിട്ട് കീന് ഫുള്ള് ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. എന്തൊന്നും എടുത്ത് വെച്ചിട്ടില്ല, എല്ലാം 4 വാച്ച് അടിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ പണിയാണ് അതെല്ലാം വലിച്ചിട്ടത്. നിസ്കരിച്ചാണ് വെച്ചത്. നനക്കാനുള്ളതാണ് അതെല്ലാം. ഇത് പിന്നെ പുതിയതാണ്, നനച്ചതാണ്. ബാഗിൽ നിന്നെല്ലാം എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ കപ്പാട്ടിൽ മടക്കി വെക്കാനൊന്നും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇൻഷാല്ലാ ചിലപ്പോൾ പോവും. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പെരയിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. വെച്ചാൽ അനിയന് ഭയങ്കര പൊന്നേറായിട്ട് നിൽക്കുന്നില്ല. അപ്പം നമുക്ക് എന്താക്കാന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് അടിച്ചു വരാം. നല്ല പൊടിയുണ്ട്. അപ്പം നമുക്ക് എന്താക്കാന്ന് വെച്ചെങ്കിൽ ഇതെല്ലാം ഒന്ന് അടിച്ചു വരിയിട്ട് എടുക്കാം. താഴെല്ലാം അടിച്ചു വരാനുണ്ട്. ഞാൻ താഴെ പോയി നേരത്തെ കീറ്റലായിട്ട് അടിച്ചു വാരിയെല്ലാം ചെയ്തില്ല. ഫുള്ളും അടിച്ചു വാരിയെല്ലാം ചെയ്ത് ഇനിയിപ്പം താഴെ കുഞ്ഞിൻ്റെ പമ്പേഴ്സ് എല്ലാം കളയാനുണ്ട്. പിന്നെ കുഞ്ഞിക്ക് ചോറ് വെക്കണം, നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് ടെസ്റ്റ് വരാന്ത. തട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പാത്രമെല്ലാം അടാടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ പമ്പേഴ്സ് എല്ലാം കളയാനുണ്ട്. അത് നമുക്കെല്ലാം കളയാം. അല്ല, ആർത്തിയിടാൻ പോകുന്നത് നനച്ചത് ആർത്തിയിടാനും ഉണ്ട്. കുഞ്ഞിൻ്റെ പമ്പേഴ്സ് നമുക്ക് ആടിയിടാൻ വെച്ച് ഇത് എന്താ പറയുക, മൂത്രയിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ കത്തിക്കാൻ വെച്ച്. ഇത് മുറ്റോട്ട നമ്മൾ അവനക്ക് ആർത്തിയിടാനുണ്ട്. ഇത് നമുക്ക് നനച്ചത് ആർത്തിയിടാം. ഇവിടെ ആർത്തി ഇട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് നമുക്ക് ആർത്തിയുടെ ഇതാണ് കേട്ടോ. മുറ്റം വരുന്നത് പാറയാണ്. ഫുള്ള് ഇവിടെ വരുന്നത് പാറയാണ്. ഇതാണ് മുറ്റം. കിച്ചണിലത്തെ മുറ്റം ഇതാണ്. കൊട്ടിലപ്പുറത്തെ മുറ്റം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് ആർത്തിയിടാം. അപ്പം ഞാനിതാ കുഞ്ഞിക്ക് നെയ്ച്ചോറ് വെക്കാമെന്ന്. ഇവിടെ എല്ലാവർക്കും നോമ്പില്ല. അപ്പോൾ കുഞ്ഞിക്ക് നെയ്ച്ചോറ് വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഈ ക്യാരറ്റ് ഉമ്മ പൂങ്ങി വെച്ചിട്ട് ഇത് ഇന്നലത്തെ ബാക്കി കറിയിട്ടാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഉമ്മ അപ്പം ചൂടാനൊന്നും അറിയില്ല, പൂങ്ങി വെച്ചതാണ്. അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൂങ്ങിയതാണ്. ഉപ്പിട്ട് കൊടുക്കണം. നെയ്യ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് അധികം നെയ്യിട്ടത് അങ്ങനെ തിന്നുന്നില്ല. നെയ്യ് വലിയ ഉപ്പ് നെയ്യ് തന്നെയാണ്. അപ്പോൾ അയ്യോ, അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പിടാം. അപ്പോൾ ഞാൻ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹോം വരുന്നത്. 2 നല്ല വീടാണ്. ഓല മറിഞ്ഞിട്ട് മീറ്റത്തെ കാണുന്നില്ല. മീറ്റ് ഇപ്പം എൻ്റെ മംഗലത്തിൻ്റെ സമയത്ത് എടുത്തതാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ നിക്കാൻ്റെ സമയത്ത് ഈ ഒരു താഴത്തൊരു നില ഉണ്ടായിട്ടില്ല, മീത്ത് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ മീത്ത് എൻ്റെ മംഗലത്തിൻ്റെ സമയത്ത് മീത്ത് കെട്ടിയതാണ്. ഇത് കാറുണ്ട് ഹസ്ബൻഡിൻ്റെ, പിന്നെ ഒരു ബുള്ളറ്റ്, അങ്ങനെയെല്ലാമാണ്. മുറ്റത്തൊന്നും ആക്കിയിട്ടൊന്നുമില്ല. ഇവർ പണിയൊന്നും എടുപ്പിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയാണ്. ചെടിയൊന്നുമില്ല. 2 തെങ്ങ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതൊരു കിളിയുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. നല്ലുണ്ട്. വലിയ ബോറടിയില്ല. എന്നാലും നമ്മളാടെ ഇങ്ങനെ തുറന്നിട്ടൊരു സ്ഥലമായിട്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു എന്തോ പോലെ. ഞാൻ ഇവിടെ അങ്ങനെ വരുത്തില്ല. എന്താ വെച്ചെങ്കിൽ ഞാൻ അവിടെ തന്നെയാണ്. ഇവിടുത്തെ നിയമം തന്നെ കല്യാണം കഴിച്ചാലും പെണ്ണിൻ്റെ പേർക്ക് നിൽക്കൽ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെയാണ് നിൽക്കലെല്ലാം. ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വരുത്താണ്. ഇപ്പറൊന്നുമില്ല. ഇപ്പറ ഫുള്ള് കാടാണ്. ഫുള്ള് ഇതാണ് ഇപ്പോൾ വരെ. ഞാനിവിടെ ഇരുന്ന് കുഞ്ഞിക്ക് ചോറ് കൊടുക്കാണ്. അവളിവിടെ ഇരുന്നിട്ടുണ്ട്. ഇച്ചിരി അങ്ങനെ ഞാൻ കുഞ്ഞിക്ക് ചോറെല്ലാം കൊടുത്ത് ഓളെ കുളിപ്പിച്ചെല്ലാം ചെയ്ത് ചൂടെല്ലാം താഴ്ന്ന് വെച്ചിട്ട് മീത്തന്ന് കുളിപ്പിച്ചെല്ലാം ചെയ്ത് പിന്നെ ഞാനും കുളിച്ച് അനിയനും കുളിച്ച് എല്ലാവരും ഫ്രഷായി നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് സമയം ഉറങ്ങും. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഒരു ദിവസം ഇങ്ങനെയാണ് കടന്ന പോലെ. ഉമ്മ താഴെ ഒരു റൂമിലൊരു കടന്നുറങ്ങും. പിന്നെ ആരുമില്ല. എൻ്റെ മാപ്പിൾക്ക് 5 അനിയന്മാരല്ലേ, എല്ലാവരും 4 ഭാഗത്താണ്. അപ്പോൾ പിന്നെ പെരക്കായിട്ട് ആരുമില്ല. പിന്നെ നോമ്പുറിക്കാൻ ഉണ്ടാക്കാന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ, ഉമ്മ ഉണ്ടാക്കുന്നത് വേറെ. ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവർക്ക് അത്ര ഇതാവില്ല. നമ്മൾ നല്ല എരിവെല്ലിട്ടാണ് എല്ലാ ഫുഡും ഉണ്ടാക്കില്ല. ഇവർക്ക് ആർക്കും എരിവ് പറ്റൂല. എരിവ് തീരെ പറ്റൂല. ഇവരെ കറിയായിട്ടൊന്നും എരിവില്ലാത്തൊരു കറിയാണ്. അപ്പോൾ പിന്നെ നോമ്പുറിക്കാൻ ഉണ്ടാക്കിയത് ഉന്നക്കായ, അതായത് കായ് നിറച്ചതാണ് നോമ്പുറിക്കാൻ ഉണ്ടാക്കിയത്. പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചിലേക്കുള്ള മസാല ഇതിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ
ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബെലിങ്ങനെ അപ്പമൊന്നും ഇവിടെ ചുടലില്ല നോമ്പിന്, എപ്പോൾ ആയാലും അങ്ങനെ ബെലിങ്ങനെ അപ്പമൊന്നും ഇവിടെ ചുടലില്ല നോമ്പിന്. സാധാരണ ആരുമില്ല നോമ്പ് മുറിക്കാനായിട്ട്, ആരുമില്ല. ഉമ്മാവും ചെറിയ അനിയനേ ഇല്ലു. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ആർക്കും വലിയ അപ്പത്തോട് താല്പര്യമില്ലാത്തൊരാളാണ് ഇവരെല്ലാവരും. അങ്ങനെ ഇത് ഉമ്മ അപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉമ്മ പത്തലും ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് മുറിക്കേ വേണ്ടു, നോമ്പ് മുറിച്ചിട്ട് തിന്നേ വേണ്ടു. പിന്നെന്തിപ്പം വേറെ നല്ല തന്നെ. അപ്പം ഇവിടുത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഞാൻ നോക്കാന്ന്. അപ്പോൾ കുഞ്ഞിനെ ചെറിയൊരു അനിയന് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ വിളിക്കുന്നുണ്ടായതാണ്. നോമ്പെല്ലാം മുറിച്ച് ഫുള്ള് ക്ലീനാക്കി എല്ലാം ചെയ്ത് ഇപ്പം നമ്മൾ മീത്തലേക്ക് പോവാന്ന്. ഉമ്മയില്ല, ഉമ്മ പോയി ആ റൂമിലത്തെ ലൈറ്റ് ഓഫ് ആക്കിയാവി. ഉമ്മാക്ക് ഷോപ്പ് 4 ഉദ്ഘാടനം ആയതുകൊണ്ട് ഉമ്മാക്ക് പോകേണ്ടി വന്ന് പെട്ടെന്ന് നേരത്തെ പോകാൻ വേണ്ടിയിട്ടില്ല, ഞാൻ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ഉമ്മ പോയി. അവിടെ ലൈറ്റ് ഇട്ടില്ല മുറ്റത്തെ, അതല്ല അപ്പത്തെ. അപ്പം എല്ലാം കഴിഞ്ഞല്ലേ. ഇനിയിപ്പം നോമ്പെല്ലാം മുറിച്ച് ഇനി അടുത്തത് നിസ്കരിക്കണം, കുഞ്ഞിനെ മേലയിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അനിയനെ ഇതെടുത്ത് തിന്നാനിരിക്കുകയാണ്. പത്തലും നല്ല ചിക്കൻ കറിയാണ്. ഇവിടുത്തെ പത്തൽ വേറെ തന്നെയാണ്, കയ്യോട് തന്നെ പരത്തലാണ്, അച്ചൊന്നുമില്ല. കുറച്ച് തടിച്ച പത്തലാണ് കേട്ടോ ഇവിടുത്തെ പത്തൽ. ഉമ്മ ഓടിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയെടുക്കുന്നതാണ്. നല്ല വ്യത്യാസമുണ്ട്, ഇവർ ചുടുന്നതിൽ നല്ല വ്യത്യാസമുണ്ട്. പത്തലായിട്ട് കറിയായിട്ട് എല്ലാം ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനും അനിയനും ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നാണ്. നമ്മൾ നാളെ ഇൻഷാല്ല പോവും. നാളെയാണ് ഇനാഗ്രേഷൻ. അപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പെരയിലേക്ക് പോവും. മനസ്സെങ്കിൽ അനിയന് പറ്റുന്നില്ല, ബോറടിക്കുന്നോണ്ട് ഇരുന്നു എനിക്ക്. അപ്പം അതുമല്ല, ഇവിടെ ഉമ്മ രാവിലെ പോകും, വൈകുന്നേരം വരും. അപ്പോൾ ഒറ്റക്ക് തന്നെ അല്ലേ, അപ്പം കുഞ്ഞിനും കൊണ്ട് ഒറ്റക്ക് തന്നെ ആകുമ്പം ഹസ്ബൻഡ് പറഞ്ഞ് പോയിക്കോ, ഉമ്മാവും പറഞ്ഞ് ഇൻഷാല്ല പിന്നെ വാ എന്ന് പറഞ്ഞു. ഇനാഗ്രേഷൻ അങ്ങനെ പോവാന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് എല്ലാം മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യമെല്ലാം മടക്കി വെച്ച്, പിന്നെ കുഞ്ഞിന് കരഞ്ഞിട്ട് വിട്ടിട്ടില്ല. ഇനി മടക്കി വെക്കണം ഇൻഷാല്ല. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ല ഞാൻ പരിക്ക് പോയിട്ട് നല്ല നല്ല വീഡിയോ ഇടുന്നതായിരിക്കും. നോമ്പിൻ്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോയിൽ ഇൻഷാല്ല അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഇവിടെ പിന്നെ ഫുഡൊന്നും അധികം ഉമ്മ എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കലില്ല. വെച്ചാൽ ഇവരെ ടേസ്റ്റ് വേറെ, എൻ്റെ ടേസ്റ്റ് വേറെ, നമ്മളെ ടേസ്റ്റ് വേറെ. അപ്പം ഞമ്മ ഉണ്ടാക്കുന്നത് ഇവർക്ക് പിടിക്കൂല. അപ്പം അങ്ങനെയാണ്. ഇവരെത്രയോ വ്യത്യാസമുണ്ട് ടേസ്റ്റെല്ലാം, നമ്മളതും ഇവരതായിട്ട് എത്രയോ വ്യത്യാസമുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്ന രീതി ആയാലും എങ്ങനെ ആയാലും. അപ്പം അങ്ങനെ എല്ലാമാണ് കഥ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ല ബാക്കി ഇൻഷാല്ല പെരയിലേക്ക് എത്തിയിട്ടുള്ള വിശേഷം ഞാൻ പിന്നീട് അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.